പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് ദ ഇക്വലൻസി ഓഫ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ 1 2 3 4 എക്സെട്ര 14 ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ സെറ്റ് ഓർഡേർഡ് പെർ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y ഈക്വൽ 0. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിൽ 1 തൊട്ട് 14 വരെ എഴുതിയിട്ടുണ്ട് നമ്പേഴ്സ്. ആ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എക്സ് വൈ സച്ച് ദാറ്റ് 3x - y ഈക്വൽ 0. ഇതാണ് ഇക്വേഷൻ. ഇതെന്താണെന്ന് തെളിയിക്കണമെന്നല്ല, ഇത് ഇക്വലൻ്റ് ആണോ എന്ന് തെളിയിക്കണം, ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എന്ന് പറയുന്നത് 3x - y എടുത്ത് അങ്ങോട്ട് എഴുതും. അത് കഴിഞ്ഞ ശേഷം എക്സിൽ ഓരോ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കും. എക്സിന് 1 കൊടുക്കുക. 1 കൊടുത്ത ശേഷം ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 3 എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ ഒന്ന് മാറ്റി 1 3 എന്ന് പറഞ്ഞ് എഴുതുക. അത് കഴിഞ്ഞ ശേഷം എക്സിന് ഈ കിടക്കുന്ന സെറ്റിലെ ഓരോ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ഓരോ വാല്യൂ കിട്ടും. പക്ഷേ വൈക്ക് കിട്ടുന്ന വാല്യൂ ഒരിക്കലും 14 പുറത്ത് പോകരുത്. അപ്പോൾ 12 വരെ വരും. വൈക്ക് ഇനി 5 കൊടുത്താൽ, എക്സിന് 5 കൊടുത്താൽ വൈയുടെ വാല്യൂ 14 പുറത്ത് വരും. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 4 വരെ കൊടുക്കാവൂ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ 3 കിട്ടും, 2 കൊടുക്കുമ്പോൾ 6 കിട്ടും, എക്സിന് 3 കൊടുക്കുമ്പോൾ വൈ 9 കിട്ടും, എക്സിന് 4 കൊടുക്കുമ്പോൾ വൈ 12 കിട്ടും. ഇതിനെ നമ്മളൊരു സെറ്റിനകത്തിട്ട് ഓർഡേർഡ് പെയറായിട്ട് എഴുതുക. അങ്ങനെയാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതനുസരിച്ച് നമ്മളിതിനെ എഴുതി. ഇനി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കിടക്കുന്ന ഓരോ നമ്പറുകളും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം, 4 4 ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നമ്പറുകളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് നമ്മൾ എഴുതണം 1 1 നോട്ട് എലമെൻറ്റ് ആർ എന്നെഴുതണം. എന്നിട്ട് എഴുതണം ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സിമെട്രി ചെക്ക് ചെയ്യുന്നതിന് ഒരു നമ്പർ ഇപ്പോൾ 1 3 ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 3 1 കിട്ടും. 3 1 എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളത് അതിനകത്ത് മെൻഷൻ ചെയ്യണം. 1 3 എലമെൻറ്റ് ആർ, 3 1 നോട്ട് എലമെൻറ്റ് ആർ. എന്നിട്ട് നമ്മൾ എഴുതണം എന്താ? ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് എഴുതണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇപ്പോൾ 1 3 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു, അതെഴുതി. ആ 3യിൽ തന്നെ അവസാനിക്കുന്നതിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. 3 9 എടുത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ അവസാനത്തെയും അവിടെ ഉണ്ടായിരിക്കണം. ആദ്യത്തെ അവസാനത്തെ വരുന്ന ഏതാണ്? 1 9 ആണ്. ആ 1 9 ഇവിടെ ഉണ്ടോ? ഈ ഓർഡേർഡ് പെയർ ഈ സെറ്റിനകത്തുണ്ടോ? എലമെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എഴുതണം 1 3 എലമെൻറ്റ് ആർ. കണ്ടോ? 1 3 ആറിലെ എലമെൻ്റ് ആണ്, 3 9 ആറിലെ എലമെൻ്റ് ആണ്. പക്ഷേ 1 9 ആറിലെ എലമെൻറ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാൻ പറ്റത്തില്ല? ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവും അല്ല, സിമെട്രിയും അല്ല, ട്രാൻസിറ്റീവും അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വലൻ്റ് റിലേഷൻ അല്ല എന്നുകൂടി എഴുതി നിർത്തുക.